മണ്ണാർക്കാട് വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അടിയൊഴുക്കുകളിൽ പ്രതീക്ഷയും ആശങ്കയും പ്രകടിപ്പിച്ച മുന്നണികൾ. നഗരസഭയിൽ വോട്ടുകൾ പെട്ടിയിലായതോടെ സീറ്റ് പ്രതീക്ഷയിൽ നിന്ന് മുന്നണി നേതാക്കൾ അല്പം താഴെയിറങ്ങി. പി.കെ. ശശി ഫാക്ടർ തിരിച്ചടിയായത് UDF-നെന്നും വിലയിരുത്തൽ. പ്രചാരണ സമയത്ത് മുന്നണി നേതാക്കൾ ഉന്നയിച്ച അവകാശവാദങ്ങളിൽ നിന്നെല്ലാം പിന്മാറിയ നിലയിലാണ്. 30 വാർഡുകളിൽ 20 സീറ്റിന് മുകളിൽ UDF നേടുമെന്നായിരുന്നു UDF നേതാക്കളുടെ അവകാശവാദം. എന്നാൽ വോട്ട് പെട്ടിയിലായതോടെ UDF അവകാശവാദം 20ലേക്ക് താഴ്ത്തി. ലീഗ് പരമ്പരാഗതമായി വിജയിക്കുന്ന ചില സീറ്റുകളിൽ അവർക്ക് തന്നെ വിജയപ്രതീക്ഷ ഇല്ലാതായതും കോൺഗ്രസ് വിജയം പ്രതീക്ഷിച്ച വാർഡുകളിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുമാണ് ഇതിന് കാരണം. പി.കെ. ശശിയെ അനുകൂലിക്കുന്ന ജനകീയ മതേതര മുന്നണി UDF-ന് ഗുണത്തേക്കാൾ ദോഷം ചെയ്തെന്ന വിലയിരുത്തൽ ചില UDF നേതാക്കൾക്കുണ്ട്. ഉഭയമാർഗം, ആൽത്തറ, വിനായകനഗർ, വടക്കമണ്ണം, പാറപ്പുറം വാർഡുകളിലെ ജനകീയ മതേതര മുന്നണി പിടിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു വിഭാഗം UDF വോട്ടുകളാണെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. CPM-നെ തോൽപ്പിക്കാനാണ് ഇവരുടെ ലക്ഷ്യമെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ടുകൾ UDF-ന് അനുകൂലമാക്കുകയല്ലേ വേണ്ടിയിരുന്നതെന്നും നേതാക്കൾ ചോദിക്കുന്നു. മാത്രമല്ല, മതേതര മുന്നണിയുടെ രംഗപ്രവേശനം CPM വോട്ടുകൾ ഏകീകരിക്കാനും കാരണമായി. CPM-ന് ഈ തെരഞ്ഞെടുപ്പ് നഗരസഭാ ഭരണം പിടിച്ചെടുക്കുക എന്നതിനേക്കാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം നേടി ശശി ഫാക്ടർ ഇല്ലെന്ന് വരുത്തേണ്ടത് ആവശ്യമാണ്. അതിന് അവർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. ഇതിന്റെ ഭാഗമാണ് CPI-യെയും NCP-യെയും ഒപ്പം നിർത്തിയത്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തിയത്. ജനകീയ മതേതര മുന്നണി മത്സരിച്ച വാർഡുകളിൽ വിജയിക്കേണ്ടത് CPM-ന് നഗരസഭാ ഭരണത്തേക്കാൾ പ്രധാനമാണ്. ജയത്തേക്കാൾ പാർട്ടിയെ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ മത്സരിച്ചതെന്ന് ജനകീയ മതേതര മുന്നണി നേതാക്കൾ പറഞ്ഞു. CPM നേതാക്കൾ BJP-യുമായി വോട്ട് കച്ചവടം നടത്തിയതായും ജനകീയ മതേതര മുന്നണി നേതാക്കൾ ആരോപിച്ചു. ആരാണ് കച്ചവടം നടത്തിയതെന്ന് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയാമെന്ന് BJP പ്രതികരിച്ചു. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.